ഒരു 16-17 വയസ്സ് പ്രായമുള്ള ഒരു മോൻ, നല്ല ആരോഗ്യമുള്ള, നല്ല ഭംഗിയായി മുടി ചീകിയ, നല്ല വസ്ത്രം ധരിച്ച ഒരു മോൻ. അവൻ എന്റെ കാറിന് കൈ നീട്ടി. ഞാൻ കാർ നിർത്തിയപ്പോ അവൻ എന്നോട് ചോദിക്കുകയാണ്, ഉസ്താദേ ഞാനും കയറട്ടെയോ എന്ന്. വളരെ പ്രയാസത്തോടെയാണ് അവൻ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു മോനാണ്. പക്ഷേ കാണാൻ ഒരു മോശവുമില്ല, നല്ല അഴകുള്ള, മഞ്ചുള്ള, ഭംഗിയുള്ള മോൻ. അവനെ വാഹനത്തിൽ കയറ്റി വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ പേര് ചോദിച്ചു, അവന്റെ സ്ഥലം ചോദിച്ചു. അത് ഞാൻ ഇവിടെ പറയുന്നില്ലെങ്കിലും അവനോട് ഞാൻ ചോദിച്ചു, നീ പഠിക്കുന്നത് എത്രയിലാണ്? അവൻ പറയുന്നത് +2 എന്ന്. ആ +2 എന്ന് പറയാൻ തന്നെ അവൻ പ്രയാസപ്പെടുന്നുണ്ട്. സംസാരത്തിന് ചെറിയൊരു പ്രയാസമുണ്ട്. +2 പറഞ്ഞു. ആ മകനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാണ് പോയത് എന്ന്. അവൻ പറയാൻ, ഞാൻ എന്റെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത്. ഞാൻ ചോദിച്ചു, ഉമ്മ? അതെ, ഉമ്മ മരിച്ചിട്ട് 1 വർഷമായി എന്ന്. ഉടനെ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഉപ്പയുടെ കൂടെയാണോ താമസിക്കുന്നത് എന്ന്. അവൻ പറയാൻ, ഉപ്പ മരിച്ചിട്ട് 3 വർഷമായി എന്ന്. ഉപ്പയില്ല, ഉമ്മയില്ല, +2 പഠിക്കുന്ന മോനാണ്. അതിനിടയിൽ അവനോട് ചോദിച്ചു, നീ ആരുടെ കൂടെയാ താമസിക്കുന്നത് എന്ന്. അവൻ പറഞ്ഞു, ഞാൻ ഒറ്റ മോനേ ഉള്ളൂ, ഞാൻ ഉപ്പാപ്പയുടെയും ഉമ്മാമയുടെയും കൂടെയാണ് താമസിക്കുന്നത് എന്ന്. ഞാൻ ചോദിച്ചു, ഉപ്പാപ്പാക്ക് എന്താണ് ജോലി എന്ന്. അവൻ പറയാൻ, ഉപ്പാപ്പാക്ക് ഒരു പണിയില്ല, ഉപ്പാപ്പ രോഗിയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, പിന്നെയോ ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നീ പണിക്ക് പോകുന്നില്ലല്ലോ, നീ പഠനം തുടരുകയാണ്. ഇത്ര വലിയ പ്രയാസ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പഠനം മാറ്റിവെക്കാതെ മുന്നോട്ട് പോകുന്ന പൊന്നുമാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഭക്ഷണം എന്ന് ചോദിച്ചപ്പോ അവൻ പറയാണ്, നമ്മുടെ അയൽവാസികളോ അതുപോലെ മറ്റു സംഘടനാ ബന്ധുക്കളോ അവർ കൊണ്ടുതരുന്ന ഭക്ഷണ കിറ്റാണ് നമ്മുടെ ഭക്ഷണത്തിനുള്ള വക എന്നവൻ പറയുകയാണ്. കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. പക്ഷെ അതൊക്കെ മറച്ചു വെച്ച് കുറെ തമാശകൾ അവനോട് പറഞ്ഞു. കാറിങ്ങനെ ഡ്രൈവ് ചെയ്തു. അവൻ ഇറങ്ങാനുള്ള സ്ഥലമെത്തിയപ്പോ അവൻ ഇറങ്ങാൻ വേണ്ടി പോകുന്ന നേരം ആ +2 പഠിക്കുന്ന മോൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. വലിയ സങ്കടമുള്ള ചോദ്യം. അവൻ ചോദിക്കുകയാണ്, ഉസ്താദേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഉസ്താദിന് വിഷമാവോ എന്ന്. ഞാൻ പറഞ്ഞു, എന്ത് വിഷമം? ഒരു വിഷമമില്ല. അല്ല ഉസ്താദേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉസ്താദിന് എന്നോടൊന്നും തോന്നരുത് എന്ന്. ഞാൻ പറഞ്ഞു, ഒന്നും തോന്നില്ല. നിന്റെ കഥ കേട്ടിട്ട് എനിക്ക് നിന്നോട് ഇഷ്ടമാണ് തോന്നിയത്. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ +2 പഠിക്കുന്ന മോൻ ആ കാറിന്റെ മുൻ സീറ്റിലിരുന്ന് എന്നോട് ചോദിക്കുകയാണ്, ഉസ്താദേ, ആ ഏകദേശം ആ സമയം മഗ്‌രിബോടടുത്ത സമയമായിട്ടുണ്ട്. അവൻ എന്നോട് പറയുന്നു, ഉസ്താദേ, എനിക്കൊരു ചിക്കൻ വാങ്ങി തരുമോ എന്ന്, എനിക്കൊരു കോഴി വാങ്ങി തരുമോ എന്ന്. ഞാൻ ചോദിച്ചു, അതെന്തിനാ? അത് ഇന്ന് രാത്രി കറി വെക്കാനാണ്. വീട്ടിൽ കറി വെക്കാൻ ഒന്നുമില്ല. എനിക്കൊരു ആഗ്രഹം, കുറെ ദിവസമായി കോഴി തിന്നണമെന്ന് ആഗ്രഹം, അതുകൊണ്ട് ചോദിച്ചതാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്. അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തെങ്കിലും അവൻ ഇറങ്ങിയതിനു ശേഷം മനസ്സുവല്ലാതെ വേദനിച്ചു പോയി. കാരണം ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ അത് മനസ്സിൽ ആഗ്രഹമുണ്ടായപ്പോ അതൊന്ന് തുറന്നു പറയാൻ കൂടെ ആരുമില്ലാത്ത പൊന്നുമക്കള്